ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ കാർത്തൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതൊരു ഞായറാഴ്ച വ്ളോഗാണ് കേട്ടോ, അതായത് ഇന്നലത്തെ വ്ളോഗാണ്. അപ്പം ഞായറാഴ്ച എന്ന് പറയുന്നത് പൊതുവെയുള്ള ഞായറാഴ്ചകളിലെക്കാട്ടും ഭയങ്കര സ്പെഷ്യലായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഈ ഞായറാഴ്ച. ഒരാഴ്ചയായിട്ട് തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന മഴയ്ക്ക് നല്ലൊരു ശമനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചോറും കറികളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എല്ലാവരും ഡ്രസ്സ് ഉണക്കലും വിറകുണക്കും എന്നൊക്കെ പരിപാടിയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ എല്ലാ പണികളും കഴിഞ്ഞ് വന്നേരാണ് ഞങ്ങൾ ഫുഡിലേക്ക് തിരിഞ്ഞത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞായറാഴ്ചയിലെ നമുക്കൊരു ചിക്കൻ പൊരിച്ച ബിരിയാണി ഉണ്ടാക്കാമെന്ന് കേട്ടോ. പൊരിച്ച ചിക്കൻ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇതിനിടയിൽ ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന പഴുത്ത ചക്കയും പഴുത്ത മാങ്ങയൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് പിന്നെ കുക്കിങ്ങിലേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇനി ഉള്ളിയൊക്കെ മുറിക്കണം, ചിക്കനൊക്കെ പൊരിക്കണം. അപ്പോൾ ചിക്കനൊക്കെ അവിടെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാനിതാ ഉള്ളിയൊക്കെ മുറിച്ചിട്ട് നന്നായിട്ട് മുറിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നിങ്ങൾ ഞായറാഴ്ച എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു ഒരുവിധം കോഴിക്കോട്ടുകാർക്കെല്ലാം, വേറെ ജില്ലക്കാരെന്ന് എനിക്കറിയില്ല, നല്ലൊരു ഞായറാഴ്ച തന്നെ ആയിരുന്നു. കാരണം ഇത്രയും ദിവസം തോരാതെ പെയ്യുന്ന മഴയ്ക്ക് നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു. എല്ലാവർക്കും മെയിനായിട്ട് ഡ്രസ്സൊക്കെ ഉണക്കാൻ കിട്ടിയ നല്ലൊരു വെയിലായിരുന്നു അല്ലേ. അപ്പം ഞങ്ങളൊക്കെ രാവിലെ മുതലേ ആ പണി തന്നെ ആയിരുന്നു കേട്ടോ. എന്നിട്ടാണ് ബാക്കി പണികളിലേക്കൊക്കെ കടന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ബിരിയാണി ആയതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം ആ പണികളൊക്കെ തീർത്ത് വെച്ചിട്ട് അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് ഫ്രഷായി മേലൊക്കെ കഴുകി വന്നിട്ട് നേരെ ബിരിയാണി ഉണ്ടാക്കുന്നതിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ പൊതുവേ എപ്പോഴും ഞങ്ങൾ ഫിഷ് ബിരിയാണിയൊക്കെയാണ് ഉണ്ടാക്കാറ്. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കൽ ഇവിടെ കുറവാണ് കേട്ടോ. പ്രോൺസും പിന്നെ അയക്കോറയും അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇവിടെ ഇപ്രാവശ്യം ഞങ്ങൾ എന്തായാലും ചിക്കൻ പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മസാലയൊക്കെ പുരട്ടിയിട്ട് നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നല്ല രീതിയിൽ പൊരിച്ചെടുത്തിട്ട് തന്നെ കോൺഫ്ലവറൊക്കെ ഇട്ടിട്ടാണ് ചിക്കൻ പൊരിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മുരുമുരാന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം മസാലയും കൂടെ ഉണ്ടാക്കണം. അപ്പോഴേക്കും അമ്മ ഇപ്പുറത്തെ അടുപ്പിൽ ചോറൊക്കെ വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് ചോറ് പുഴുങ്ങിയെടുത്ത് ഇങ്ങനെ ഊറ്റാന്നുള്ള പാകത്തിലാണ് കേട്ടോ ചോറ് വേവിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് ഉള്ളി അരിഞ്ഞതും കൂടെ ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളി വാട്ടുന്നതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി ഓയിലും എല്ലാം കൂടെ അങ്ങോട്ട് സെറ്റായിട്ട് ഇനി നമുക്ക് ഉള്ളിയും തക്കാളിയും എല്ലാം ഒരുമിച്ചാണ്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി ഗൈസ്. കുറച്ചുകൂടെ വലിയ പാത്രത്തിലാണ് ഞങ്ങൾ പൊതുവേ മസാലയൊക്കെ വാട്ടൽ കേട്ടോ. അപ്പം ഞാൻ ഏതായാലും ഇതിൽ ചിക്കൻ പൊരിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടി ഇതിലേക്ക് കൊണ്ട് തള്ളി. പക്ഷേ പണി പാടി, ഇതിൽ എനിക്ക് ഇളക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു അതൊന്ന് വാടിക്കോട്ടെ, എന്നിട്ട് വേണമെങ്കിൽ പാത്രമൊക്കെ മാറ്റാമെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കാൻ വെച്ചു കേട്ടോ. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും ഭയങ്കര ടാസ്ക് ആയിരുന്നു ഇത്. എനിക്ക് ഇളക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ കടുകുമണി വ്യത്യാസത്തിൽ മാറിയാൽ എല്ലാം കൂടെ താഴെ വീഴുന്ന ഉറപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു വിധത്തിൽ ഞാനതിനെ മൂടി വെച്ചിട്ട് നന്നോണം വാടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ. നിങ്ങൾക്ക് എന്തായിരുന്നു ഞായറാഴ്ച സ്പെഷ്യൽ എന്ന് പറയണേ. എനിക്ക് ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഇനി ഫാസ്റ്റ് ഫുഡ് ടൈപ്പിൽ ബിരിയാണി തന്നെയാണ് കേട്ടോ. അത് പൊരിച്ച ചിക്കൻ ബിരിയാണി ആയാൽ ഒരു പടി മുകളിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ഒക്കെ പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കുറച്ച് നേരം നമുക്ക് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കാം. ഉപ്പൊക്കെ ഇട്ടതുകൊണ്ട് പെട്ടെന്ന് വാടിക്കോളും. കുറച്ച് നേരം മൂടി വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഒതുങ്ങല്ലോ. ഒതുങ്ങിയിട്ട് നമുക്ക് പിന്നെ നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ഭയങ്കര എളുപ്പപ്പണിക്ക് വേണ്ടി ചെയ്തത് എനിക്ക് തന്നെ പണി കിട്ടിയിട്ടോ. പിന്നെ വേറൊരു പാത്രത്തിലേക്ക് അപ്പോഴാണ് ഓർത്തത് അണ്ടി മുന്തിരിയൊക്കെ വറക്കണ്ടേന്ന്. അങ്ങനെ ഞാനിതാ ഉള്ളിയൊക്കെ വാട്ടിയതൊന്ന് ബ്രൗൺ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിനെ ബ്രൗൺ ആക്കാൻ വേണ്ടി ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുത്താൽ എളുപ്പത്തിൽ ഉള്ളി നന്നായിട്ട് വാടി കിട്ടുമല്ലോ. അപ്പോൾ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കറുപ്പ് കളറായി കിട്ടണം. അപ്പോഴേക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്ന് കുറച്ച് നേരം മൂടി വെച്ചപ്പോൾ സെറ്റായിട്ടോ. ഇനി അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ടു കേട്ടോ. ചിക്കൻ മസാല, ബിരിയാണി മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ. ഈ പൊടികളൊക്കെ ഇട്ടപ്പോഴും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ പ്ലാൻ ഇങ്ങനെ മാറ്റിയിട്ട് പാത്രം മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. വെറുതെ ബിരിയാണി പോട്ടൊക്കെ ഉണ്ടായിരുന്നു, റിസ്ക് എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് കടന്നതാണ് കേട്ടോ. അപ്പോൾ മസാലകളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി പണിയൊന്നുമില്ല ഗൈസ്. നല്ല തൈര് ഒഴിക്കണം, എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യണം. പിന്നെ നമ്മുടെ ചിക്കനൊക്കെ ഇടണം, പിന്നെ ദം ചെയ്യണം. അങ്ങനെ നീണ്ടു പോകുന്നു കേട്ടോ. ശരിക്കും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ അത്ര വലിയ പാടാണെന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര വലിയ പാടായിട്ട് തോന്നുന്നില്ല കേട്ടോ. ശരിക്കും നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഫുഡൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ശരിക്കും യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് സമയവും പിന്നെ അതിനോടുള്ളൊരു ഇഷ്ടം കൂടെ ഉണ്ടെങ്കിൽ ഏത് ഫുഡും നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഞാനിപ്പോൾ ഫ്രൈഡ് റൈസ് ആയാലും മന്തി ആയാലും ഷവർമ ആയാലും എല്ലാം ഞങ്ങൾ വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്ത സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാം ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പോയി കണ്ടു നോക്കൂ കേട്ടോ. അങ്ങനെ ഒരുവിധം എല്ലാ ഫുഡും ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കാറ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന അതേപടി നമുക്ക് കിട്ടുമെന്ന് അത്ര ഉറപ്പൊന്നുമില്ലെങ്കിലും നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാമല്ലോ. നമ്മളെ വീട്ടിൽ
ടേസ്റ്റ് ഇത്തിരി കുറഞ്ഞാലും നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ അത് അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ ഉള്ളിയൊക്കെ വാടി വന്നപ്പോൾ കുറച്ച് ക്യാരറ്റും കൂടെ ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ മല്ലിച്ചപ്പും എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി നല്ല ബ്രൗൺ ആയിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളി നന്നായിട്ട് വാടി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഇത് ഇവിടെയും റെഡി ആവുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ പ്ലാൻ മാറ്റി എന്ന് പറഞ്ഞല്ലോ, ഞാൻ ബിരിയാണി പോട്ട് എടുത്ത് വന്നിട്ട് ആദ്യം എനിക്കിത് എടുത്താൽ മതിയേനു. പിന്നെ അതൊക്കെ ചൂടായി നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന മസാല പിന്നെയും കുറച്ച് ഓയിലും കുറച്ച് നെയ്യൊക്കെ വെച്ചിട്ട് പിന്നെ അത് ഇതിലേക്ക് ഇട്ട് കിട്ടും. പിന്നെ ആവശ്യത്തിന് കുറച്ച് തൈരും കൂടെ ഇട്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മസാലൻ്റെ പരിപാടികൾ ഏകദേശം ഇവിടെ കഴിഞ്ഞു. ഇനി ചിക്കൻ പൊരിച്ചതും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദം ഇട്ടാൽ മതി ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഈസി ആയിട്ട് എല്ലാ ഫുഡും നമ്മൾ ആഗ്രഹമുണ്ടെങ്കിലും ഉണ്ടാക്കാൻ ഒരു ഇഷ്ടം ഉണ്ടെങ്കിലും പിന്നെ നമ്മുടെ യൂട്യൂബുള്ളപ്പോൾ നമ്മൾ എവിടെ തോറ്റുമല്ലോ ഗൈസ്, അത് നോക്കി നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ ഇതാ പൊരിച്ച ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ബിരിയാണിയും ഫ്രൈഡ് റൈസും മന്തിയൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഒരുപാട് റെസിപ്പികളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്നും പോരാണ്ട് യൂട്യൂബിൽ പ്രഗത്ഭരായ ഒരുപാട് കുക്കിംഗ് ചാനൽസൊക്കെ ഉള്ള ആളുകളുണ്ട്. അവർ അടിപൊളിയായിട്ട് റെസിപ്പികളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ ഓരോ റെസിപ്പിയും കണ്ടെത്തുന്നത് യൂട്യൂബിൽ നിന്ന് തന്നെയാണ് കേട്ടോ. എന്നിട്ട് ഞാനും ട്രൈ ചെയ്യും, എന്നിട്ട് ഞാനും വീഡിയോസൊക്കെ ഇടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഞങ്ങൾ അധികം ഞായറാഴ്ചകളായിക്കോട്ടെ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ദിവസം ആയിക്കോട്ടെ ഞങ്ങൾ ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂട്യൂബൊക്കെ നോക്കി അങ്ങനെ കുറച്ചുകൂടി സ്പെഷ്യലാക്കാൻ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ സെറ്റായി വന്നപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലി ഇലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ടേസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കേട്ടോ. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും കൂടെ കൊണ്ട് തട്ടിയിട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നല്ല നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ചോറ് ഊറ്റിയെടുക്കുന്നത് കൊണ്ട് തന്നെ നെയ്യ് കുറവായിരുന്നിട്ട് ഇട്ടത്. അപ്പോൾ കുറച്ച് അധികം തന്നെ നെയ്യ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പദമുള്ള ചോറായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിതാ ഗാർണിഷ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഉള്ളി, മല്ലിയില, ക്യാരറ്റ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ 3 ലെയർ ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇടുന്നത്. കാരണം നെയ്യും ഇതെല്ലാ സംഭവങ്ങളും എല്ലായിടത്തിലും എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ലെയറാക്കി നെയ്യും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെയും കുറച്ച് ചോറിട്ട് പിന്നെയും വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നെയ്യും നമ്മുടെ സംഭവങ്ങളെല്ലാം കൂടെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നെയ്യ് ഒന്ന് മെൽറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് തീർന്നു പോയപ്പോൾ ഞാൻ വേറെ നെയ്യ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിൽ നിന്ന് മെൽറ്റ് ആയിക്കോട്ടെ. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും ക്യാരറ്റും ഉള്ളിയും മല്ലിയിലും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു 5-10 മിനിറ്റ് ഇതൊന്ന് സിമ്മിലിട്ടിട്ട് വേവിച്ച് സെറ്റാവാൻ ദമ്മിന് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നല്ല അടിപൊളി ചമ്മന്തിയും സൈരും നല്ല നാരങ്ങ അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇന്ന് ഇലയിൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുറച്ചായാലും ഇലയിലൊക്കെ കഴിച്ചിട്ട് നല്ല ഇലയൊക്കെ മുറിച്ച് കൊണ്ടുവന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ഇലയിലേക്ക് വിളമ്പിയിട്ട് നല്ല പൊരിച്ച് ചിക്കൻ ബിരിയാണിയും കൂടെ ഇട്ടപ്പോൾ എൻ്റെ സാറേ അടിപൊളിയായിരുന്നു കേട്ടോ. കുട്ടിമാമ ഞാൻ വിചാരിച്ചതിലും അടിപൊളിയായിരുന്നു കേട്ടോ. ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പൊരിച്ചിട്ടുള്ള ബിരിയാണി പീടികയിൽ നിന്ന് വാങ്ങി കഴിക്കാറേ ഉള്ളൂ, അങ്ങനെ ഉണ്ടാക്കാറില്ല. ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ സാധാ ദം ബിരിയാണിയാണ്. ഇപ്പോൾ പൊരിച്ചുണ്ടാക്കിയപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇന്നലെ വാങ്ങിക്കൊണ്ടുവന്ന കുറച്ച് ഐസ്ക്രീം ഉണ്ടായിരുന്നു, അതിലേക്ക് നല്ല നാടൻ മാങ്ങയും കൂടെ മുറിച്ചിട്ടപ്പം അടിപൊളിയായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.